അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചകനോടുള്ള സ്നേഹം സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുക എന്നത് ഏതൊരു വിശ്വാസിക്കും അനിവാര്യമായ കാര്യം തന്നെയാണ്. ഹബീബിനോടുള്ള സ്നേഹം കൊണ്ടല്ലാതെ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയത്, ഒരാളുടെ പിതാവിനേക്കാളും മാതാവിനേക്കാളും മക്കളെക്കാളും മറ്റുള്ള ജനങ്ങളെക്കാളും എന്നെ സ്നേഹിക്കുന്നതുവരെ ആരും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. നാം ഈ ദുനിയാവിൽ ആരെയാണോ അധികമായി സ്നേഹിക്കുന്നത്, ആഖിറത്തിലും നാം അവരുടെ കൂടെയായിരിക്കും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ താരങ്ങളെക്കാളും മറ്റു സിനിമാ താരങ്ങളെക്കാളും നാം സ്നേഹിക്കേണ്ടത് അവസാന നിമിഷത്തിൽ നമ്മയോർത്ത് കരഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അനുരാഗം അനുകരണമായി തീരണം. അതെ, പ്രവാചകരുടെ സുന്നത്തുകൾ നാം ജീവിതത്തിൽ പകർത്തണം. തിരുസന്നിധിയിലേക്ക് സദാസമയം സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ ശ്രമിക്കണം. അതെ, പ്രവാചകരുടെ മേൽ സ്വലാത്തുകൾ അധികരിപ്പിച്ച പിതാവിനെ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹത്തിന്റെ മകൻ പറയുന്ന ഒരു സംഭവം നമുക്ക് കേൾക്കാം. എന്താണ് അദ്ദേഹം പറയുന്നത്? എന്റെ ഉപ്പ നിസ്കാരത്തെ മുറ പോലെ നിർവഹിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ കുറച്ചു കാലങ്ങൾക്ക് ശേഷം അതിൽ വീഴ്ച വരുത്താൻ തുടങ്ങി. അതായത് സമയത്തെ തൊട്ട് നിസ്കാരത്തെ പിന്തിരിപ്പിക്കുകയുമായിരുന്നു. അതുപോലെ ദീനിൽ നിരോധിക്കപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അങ്ങനെ എന്റെ ഉപ്പാക്ക് വ്യക്തമായ രോഗം പിടിപെടുകയും അങ്ങനെ മരണപ്പെടുകയും ചെയ്തു. ഉപ്പാന്റെ മയ്യത്ത് നിസ്കാരം ലോഹർ നിസ്കാരത്തിന്റെ മുമ്പായിരുന്നു. കുളിപ്പിക്കുന്ന സമയത്തെല്ലാം ഉപ്പയുടെ മുഖം കറുത്തിരുന്നു. മുഖത്ത് ഒരു പ്രകാശം പോലും ഉണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഇത് അദ്ദേഹത്തെ വളരെ വിഷമത്തിലാക്കിയിരുന്നു. അങ്ങനെ ലോഹർ നിസ്കാരത്തിന് കുറച്ചു മുമ്പ് ഈ മകനെ ഒരു മയക്കം വരികയും അദ്ദേഹം ഉറങ്ങുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ തൂവെള്ള വസ്ത്രം ധരിച്ച ഒരാൾ വെളുത്ത കുതിരയുടെ മേൽ വരുന്നത് കണ്ടു. തന്റെ ഉപ്പയുടെ കഫൻ പുടവ മുഖത്തിൽ നിന്ന് മാറ്റുകയും മുഖം തടവുകയും ചെയ്യുന്നു. അപ്പോൾ കറുത്തുപോയ ഉപ്പയുടെ മുഖം പ്രകാശിക്കുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നീട് എന്നോട് ചോദിച്ചു, ഞാൻ ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന്. യുവാവ് പറഞ്ഞു, ഇല്ല എന്ന്. ഞാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നായിരുന്നു അവിടുന്നുള്ള മറുപടി. നിങ്ങളുടെ ഉപ്പ എന്തു ചെയ്താലും ഓരോ ചവിട്ടടി വെക്കുമ്പോഴും എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയിരുന്നു. അതുകൊണ്ട് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും എന്റെ ശുപാർശ അദ്ദേഹത്തിന് അനിവാര്യമാണ്. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് അദ്ദേഹം ഞെട്ടി ഉണരുകയും ഉപ്പയുടെ കഫൻ പുടവ മാറ്റുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഇത് തന്റെ പിതാവ് തന്നെയാണോ? ഇത്രത്തോളം മുഖം പ്രകാശിച്ചിരുന്നോ? എങ്ങനെ ആ മുഖത്തെ കറുത്ത നിറം മാറി വെളുത്ത നിറമായി? സുബ്ഹാനല്ലാഹ്. എനിക്കുറപ്പായി ഞാൻ സ്വപ്നത്തിൽ കണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ പിശാചിന് പ്രത്യക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതെ, പ്രവാചകരോടുള്ള അതിയായ സ്നേഹം കാരണം ഇദ്ദേഹത്തിന് സംഭവിച്ച അനുഗ്രഹമാണിത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ നാഥൻ തുണക്കുമാറാകട്ടെ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.